മിസ്സിയോ മാധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷനറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. സന്നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ സുസ്ഥി കർത്താവിനോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സുമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചല്ലമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുക. ആമേൻ. ശുദ്ധോദരത്തിന്റെ അടർത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശംശായ്ക്ക് സ്തുതി. ദൈവത്തിന് സ്തുതി. താളും പിരിയാതെ ഉൾകീത്തഴുകുന്ന പരമപിതാവിൻ്റെ അനന്ത സ്നേഹം പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത അചഞ്ചല സ്നേഹധാര. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമേ സ്നേഹബലം. വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ആത്മാവിലാഴുന്ന ദൈവസ്നേഹം. ഒരു നാളും പിരിയാതെ ഉൾകീത്തഴുകുന്ന പരമപിതാവിൻ്റെ അനന്ത സ്നേഹം പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത അചഞ്ചല സ്നേഹധാര. മരുഭൂവിൽ ചൂടേറ്റു വാടിടും നേരത്ത് തണലേകും മേഘമായി മാറും സ്നേഹം. മാടി വിളിച്ചെന്നെ മാറോടു ചേർത്തെന്നും കുളിർധാരയേകുന്ന സ്നേഹം. മാറായിലെ ജലം മധുരമായി തീർത്ത നിൻ മന്നയും കാടയും പൊളിച്ചു നൽകി. മറുതലിക്കുമ്പോഴും പിറുപിറുക്കുമ്പോഴും തഴുകി തലോടുന്ന ദിവ്യസ്നേഹം. ഒരു നാളും ഉൾകീത്തഴുകുന്ന പരമപിതാവിൻ്റെ അനന്ത സ്നേഹം പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത അചഞ്ചല സ്നേഹധാര. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമേ സ്നേഹബലം. വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ആത്മാവിലാഴുന്ന ദൈവസ്നേഹം. ദൈവത്തിന് സ്തുതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന.
54 അധ്യായം 9 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. നോഹയുടെ കാലം പോലെയാണ് ഇതെനിക്ക്. അവന്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ദൈവമായ കർത്താവിന് സ്തുതി. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന പരമകാരുണ്യനായ ദൈവമേ, ഒരു പുതിയ വർഷം കൂടി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവവചനം ശ്രവിക്കാനും അത് പങ്കുവയ്ക്കാനുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ മിസിയോ കുടുംബാംഗങ്ങളെ അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മിസിയോയുടെ ആത്മീയ പിതാവായ അഭിമന്യമാർ ജോയി ആലപ്പാട്ട് പിതാവിനെയും ഇതിന്റെ ആനിമേറ്റർ അഗസ്റ്റിൻ മുണ്ടിയാത്തച്ഛനെയും ആലിസുട്ടി ആന്റിയെയും ടോമിച്ചൻ ചേട്ടനെയും ഇവരോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന മിസിയോയുടെ എല്ലാ കുടുംബാംഗങ്ങളെയും പ്രവർത്തകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മിസിയോയ്ക്ക് വേണ്ടി ഈ സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന കുടുംബത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. അവരുടെ അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മിസിയോയുടെ ഈ 19ാമത് ബാച്ചിനെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ഇവിടെ ഈ സെഷനിൽ വിവിധ പ്രോഗ്രാമുമായി എത്തിയിരിക്കുന്ന എല്ലാവരെയും ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവമേ, ഞങ്ങള് അങ്ങയുടെ വചനം ആഴത്തിൽ ഗ്രഹിച്ച് അത് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹം പകർന്നു നൽകാനുള്ള ഞങ്ങളുടെ ഈ മിസിയോ കുടുംബത്തിന്റെ ഉദ്യമത്തെ അങ്ങ് ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ദൈവനാമത്തിന് സ്തുതി. യേശുവിൽ അത്യന്തം സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഓരോ ക്രൈസ്തവന്റെയും ആത്യന്തിക ലക്ഷ്യമായ സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മെ ഒരുക്കുന്ന മിസിയോയുടെ 19ാം ബാച്ചിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞുള്ള ആദ്യത്തെ മീറ്റിംഗിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 7 നിത്യസത്യങ്ങളെ ആധാരമാക്കിയുള്ള ഈ ഒരു ആത്മീയ യാത്രയാണ് മിസിയോയിലൂടെ നാം ആരംഭിച്ചിരിക്കുന്നത്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. ഈ ദൈവവചനം മുൻനിർത്തി ആദ്യത്തെ നിത്യസത്യമാകുന്ന ദൈവസ്നേഹം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ധ്യാനാത്മക ചിന്തകളിലൂടെ കടന്നുപോകുന്ന പുണ്യ നിമിഷങ്ങളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യമായി ദൈവസ്നേഹത്തിന്റെ കരുതലും കാരുണ്യവും തിരിച്ചറിയുവാൻ ജപമാലയിലൂടെ നമ്മെ ഒരുക്കിയ ആൻസി ടോമിനും കുടുംബത്തിനും 1000 നന്ദി. ദൈവസ്നേഹത്തെ വർണ്ണിച്ച് ഗാനങ്ങൾ ആലപിച്ച് നമ്മെ അവിടുത്തെ സ്നേഹത്താൽ ഊർജ്ജസ്വലരാക്കിയ ഫ്രാൻസിസ് സീഡിക്കും വചന വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മെ ദൈവസ്നേഹത്താൽ നിറച്ച റോസമ്മ ജോബിനും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഈ അനുഗ്രഹവേളയിൽ മിസിയോയുടെ രക്ഷാധികാരിയും ആദരണീയനുമായ അഭിവന്ദ്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും ആനിമേറ്റർ ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയാത്തിനെയും ഇന്നേ ദിവസം സമാപന സന്ദേശം നൽകുന്ന റവറൻ ഫാദർ സേവ്യർ മാന്ത്രയെയും ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തെ നയിക്കാൻ മോശയെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ മിസിയോയെ നയിക്കാനുള്ള ഉത്തരവാദിത്തം ഏറെ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്ന പ്രൊഫസർ ആലിസുട്ടി ആന്റിയെയും ആന്റിയോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ടോമിച്ചൻ അങ്കിളിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസിയോയുടെ വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആനിമേറ്റേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും ഇന്ന് സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്ന സീന ക്ലീറ്റസ്, പ്രൊക്ലമേഷൻ, ടെസ്റ്റിമണി എന്നിവ നടത്തുന്ന ജെസി മാത്യു, സുമ സഞ്ജയ് എന്നിവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
അവസാനമായി ഈ ബാച്ചിലെ എല്ലാ അംഗങ്ങളെയും ദൈവസ്നേഹത്താൽ നിറയുവാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇന്നേ ദിവസം പ്രൊക്ലമേഷനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ടെസി മാത്യുവിനെ പ്രൊക്ലമേഷനായി സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം ചെറുപ്പം മുതലേ കേൾക്കുന്നതും പറയുന്നതുമായ ഒരു കാര്യമാണല്ലോ ഗോഡ് ഈസ് ലവ് എന്ന്. ദൈവം സ്നേഹമാകുന്നു എന്ന്. അതെ, ദൈവം സ്നേഹം മാത്രമാകുന്നു. ഓരോ മനുഷ്യരെയും വ്യക്തിപരമായി അറിയുന്ന, സ്നേഹിക്കുന്ന ദൈവം. നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ ദൈവത്തിന് അറിയാം. എൻ്റെ എല്ലാം ദൈവത്തിന് അറിയാം. എൻ്റെ ഇന്നലകൾ, ഇന്ന്, നാളെ എല്ലാം ദൈവം അറിയുന്നു. അതാണ് സങ്കീർത്തനം 139:16 പറയുന്നത്, എനിക്ക് രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ട നാളുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അതുപോലെ ജെറമ്യ 1:5 പറയുന്നു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞു. അങ്ങനെ നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മെ ഓരോരുത്തരെയും, എല്ലാ മനുഷ്യരെയും വ്യക്തിപരമായി അറിയുന്ന ദൈവമാണ് നമുക്കുള്ളത്. ദൈവസ്നേഹത്തിന് യാതൊരു വ്യവസ്ഥകളുമില്ല. ഞാൻ എങ്ങനെയായിരിക്കുന്നുവോ ആ അവസ്ഥയിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം എന്നെ മനസ്സിലാക്കുന്നു. നാം രോഗിയായിരിക്കാം, പാപിയായിരിക്കാം, പണ്ഡിതനോ പാമരനോ ആയിരിക്കാം, സമ്പന്നനോ ദരിദ്രനോ ആയിരിക്കാം, നമ്മുടെ ജാതി, മതം, നിറം എല്ലാം എന്തു തന്നെ ആയിക്കോട്ടെ, എല്ലാ നിറവുകളോടും എല്ലാ കുറവുകളോടും കൂടി ദൈവം നമ്മെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ ദൈവം എന്നെ വ്യക്തിപരമായി യാതൊരു വ്യവസ്ഥകളുമില്ലാതെ ഞാൻ എങ്ങനെ ആയിരിക്കുന്നുവോ ആ അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്നു. ഈ ദൈവസ്നേഹം ഞാൻ അനുഭവിക്കണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനമായ സവിശേഷതയാണ് നമ്മുടെ പെറ്റമ്മയേക്കാൾ കൂടുതലായി നമ്മെ സ്നേഹിക്കുന്നു എന്നത്. അതാണ് ഏശയ്യ 49:15-16 പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കുഞ്ഞുങ്ങളെ 9 മാസം തൻ്റെ ഉദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ചതിന് ശേഷവും കുഞ്ഞിനെ പോറ്റാൻ അമ്മമാർ കാണിക്കുന്ന സ്നേഹവും കരുതലും വാത്സല്യവും എന്നെ കേൾക്കുന്ന ഓരോ അമ്മമാർക്കും കുടുംബത്തിലുള്ളവർക്കും അറിയാം. അപ്പോൾ അത്ര അധികമായി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും അവർക്ക് വേണ്ടി ഒത്തിരി ത്യാഗവും ചെയ്യുന്നു. എന്നാൽ നാം കേൾക്കാറുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നതും ഗർഭത്തിലെ കുഞ്ഞിനെ കൊല്ലുന്നതും. എന്നാൽ വചനം പറയുന്നത് എന്താണ്? പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ ഓരോ മക്കളെയും കൊണ്ടു നടക്കുന്നു, പരിപാലിക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ സ്നേഹം സ്ഥിരമാണ്, അചഞ്ചലമാണ്, മാറ്റമില്ലാത്തതാണ്. അതാണ് ഏശയ്യ 54:10 പറയുന്നത്, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. ഈ വചനം സൂചിപ്പിക്കുന്നത് സ്ഥിരമായ, മാറ്റമില്ലാത്ത, അചഞ്ചലമായ സ്നേഹമാണ്. അതുപോലെ ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്, അതിന് അവസാനമില്ല. ജെറമ്യ 31:3 പറയുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. വിലാപം 3:22 പറയുന്നുണ്ട്, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. അതായത് ദൈവത്തിന്റെ സ്നേഹത്തിന് അവസാനമില്ല, ഇളകാത്ത, മാറ്റമില്ലാത്ത, എപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. അടുത്തതായി ദൈവസ്നേഹം പറയുകയാണെങ്കിൽ അനുകമ്പയുള്ള, കരുണയുള്ള ദൈവസ്നേഹമാണ്. യോന 4:2 പറയുന്നു, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന്. അത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പാപത്തിലും മ്ലേച്ഛതയിലും ജീവിച്ചിരുന്ന ഇസ്രായേൽ മക്കളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്ത് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ചെങ്കടൽ 2 പിളർന്ന് അവരെ നയിക്കുന്നതും
40 വർഷം മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അവരെ സംരക്ഷിക്കുവാനും നയിക്കുവാനുമായി മരുഭൂമിയിലെ ഉഗ്രചൂടിൽ നിന്നും രക്ഷിക്കുവാൻ തണലായി മേഘസ്തംഭമായും രാത്രിയിൽ വഴികാട്ടിയായി അഗ്നിസ്തംഭമായും അവരുടെ കൂടെ സഞ്ചരിക്കുന്നതും അവർക്ക് മരുഭൂമിയിൽ ഭക്ഷിക്കുവാൻ മന്നായി കാടപക്ഷിയെയും കുടിക്കുവാൻ പാറയിൽ നിന്ന് ശുദ്ധജലവും നൽകി നയിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെയാണ് വിശുദ്ധ ലൂക്കായുടെ 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രന്റെ ഉപമയിൽ പറയുന്നത്. പാപം ചെയ്ത് പിതാവിൽ നിന്ന് അകന്നു പോയിട്ട് തിരികെ വന്നപ്പോൾ 2 കൈയും നീട്ടി ആഘോഷത്തോടെയും ആനന്ദത്തോടെയും ആ മകനെ സ്വീകരിക്കുന്ന കരുണയുള്ള പിതാവിനെയാണ് ആ ഉപമയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം യെശയ്യാ 66:13 പറയുന്നു, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന്. നമുക്കറിയാം, നമ്മുടെ കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ നാമൊക്കെ കുട്ടികളായിരുന്നപ്പോൾ നമുക്കൊക്കെ എന്ത് വിഷമതകളും പ്രയാസങ്ങളും അസുഖങ്ങളും വെല്ലായ്മകളും വരുമ്പോൾ നമുക്ക് ആശ്വാസം നൽകാൻ അമ്മമാരോടാണ് പറയാറുള്ളത്. അമ്മമാർക്കാണ് അത് കൂടുതൽ മനസ്സിലാകുന്നതും നമ്മെ അല്ലെങ്കിൽ കുട്ടികളെ ആശ്വസിപ്പിക്കുവാൻ പറ്റുന്നതും. അമ്മയെപ്പോലെ നമ്മെ ആശ്വസിപ്പിക്കുമെന്നാണ് ഈ തിരുവചനം നമ്മോട് പറയുന്നത്. നമ്മുടെ ഏത് വിഷമഘട്ടങ്ങളിലും ആരും നമ്മെ സഹായിക്കാനില്ലെന്ന് വരുമ്പോൾ, നിരാശരാകുമ്പോൾ, പലതും നടക്കുകയില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നാം ദൈവത്തോട് പ്രാർത്ഥിച്ചപേക്ഷിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന, നടത്തി തരുന്ന ദൈവസ്നേഹം നമുക്ക് അറിയുവാൻ സാധിക്കും. അത് നമുക്ക് പദ്ധതിയെ ഒരുക്കുന്ന ദൈവസ്നേഹമാകാം, അല്ലെങ്കിൽ രക്ഷിക്കുന്ന ദൈവസ്നേഹമാകാം. അതാണ് ജെറമ്യ 29:11-12 പറയുന്നുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. അതുപോലെ യെശയ്യാ 59:1 പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇസ്രായേൽ മക്കൾ ബാബിലോൺ പ്രവാസത്തിൽ കഴിയുമ്പോൾ ബാബിലോൺ രാജാവ് ദാനിയേൽ പ്രവാചകനോട് വിഗ്രഹാരാധനയ്ക്ക് നിർബന്ധിക്കുന്നു. അപ്പോൾ താൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ അധികാരമുള്ളവനുമായ ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞപ്പോൾ ബാബിലോണിയർ ദാനിയേൽ പ്രവാചകനെ 7 സിംഹങ്ങളുള്ള കുഴിയിൽ എറിഞ്ഞു. 6 ദിവസത്തോളം ആ കുഴിയിൽ കിടന്നു. സിംഹങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വേറൊന്നും അവർ കൊടുത്തിരുന്നില്ല. സിംഹങ്ങൾ ദാനിയേൽ പ്രവാചകനെ വിഴുങ്ങിയില്ല എന്ന് മാത്രമല്ല, ഹബക്കൂക്ക് പ്രവാചകൻ വഴി ദാനിയേലിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദാനിയേൽ 14:38 ദാനിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുകയില്ല എന്ന്. നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ കഷ്ടപ്പാടുകളെ എല്ലാം നമുക്ക് നമ്മുടെ നല്ലതിനായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും. അതിലൂടെ മുന്നേറിയപ്പോഴാണ് നമുക്ക് നന്മ കൈവരിച്ചതെന്ന് കാണാൻ സാധിക്കും. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ആഴമായ തിരിച്ചറിവുകൾ വചനത്തിലൂടെ ലഭിച്ചപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ഇന്നലകളെ ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കി. എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഞാൻ കടന്നുപോയ അവസരങ്ങളിൽ എന്നെ രക്ഷിച്ച, പരിപാലിച്ച, താങ്ങി നിർത്തിയ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒത്തിരി നിമിഷങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ആ സമയത്തൊക്കെ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നന്മയ്ക്കായി മാറിയതായി ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ എൻ്റെ ഒരു അനുഭവം വളരെ ചുരുക്കി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എൻ്റെ വീട് തൃശ്ശൂരില്. ഞാൻ KSFE-യിലെ ഒരു റിട്ടയർഡ് ചീഫ് മാനേജർ ആയിരുന്നു. 2017 ജോലിക്ക് ഒരു ദിവസം രാവിലെ ഞാൻ ഓഫീസിലേക്ക് മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ തൃശ്ശൂർ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. മോട്ടോർ സൈക്കിളിന്റെ പിന്നിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. ഞാൻ റോഡിന്റെ നടുവിലേക്ക് തെറിച്ചു വീണു. ആ സമയത്ത് പിന്നിൽ നിന്നും വേറൊരു വണ്ടി വരാതിരുന്നത് കൊണ്ട് എൻ്റെ മേൽ കയറി ഇറങ്ങിയില്ല. വീണപ്പോൾ തന്നെ എൻ്റെ ബോധം നഷ്ടമായി. മൂക്കിൽ കൂടെയും തലയുടെ പിന്നിലും ബ്ലീഡിംഗ് ഉണ്ടായി.
ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ കാറിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ 3 വട്ടം ഛർദ്ദിച്ചു. തലയ്ക്ക് പരിക്കേറ്റ് ബോധം പോയിട്ട് അങ്ങനെ ഛർദ്ദിച്ചാൽ വളരെ അപകട നിലയാണ് എന്നാണ് പിന്നീട് മനസ്സിലായത്. ഹോസ്പിറ്റലിൽ ഐസിയുലായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ തലച്ചോറിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരവും സ്കാൻ ചെയ്തപ്പോൾ ആ ബ്ലീഡിംഗ് കൂടിയതായി മനസ്സിലാക്കി. അപ്പോൾ ന്യൂറോ സർജൻ ഡോക്ടർ പറഞ്ഞു, ഒരു വശം തളർന്നു പോകും, കൂടെ ഫിറ്റ്സ് ഉണ്ടാകും. അതിനാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തലച്ചോറ് സ്കള്ള് ഓപ്പൺ സർജറി നടത്തണമെന്ന്. തലേദിവസം സന്ധ്യ നേരത്താണ് ഇത് പറയുന്നത്. എന്റെ മകൾ അതായത് മകന്റെ ഭാര്യ അവിടെ ഒരു ഡോക്ടറായിരുന്നു. അവൾ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി നിന്ന് കൊന്തയും മറ്റു പ്രാർത്ഥനകളും ചൊല്ലി പ്രാർത്ഥിച്ചു. കുടുംബത്തിലെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി തലയുടെ ഓപ്പൺ സർജറി വേണ്ടി വന്നില്ല. സ്ട്രോങ് മെഡിസിൻസുമായി ഞാൻ ഐസിയുയിൽ തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ കിടന്നതേ എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. മകൾ ഡോക്ടർ ആയതിനാൽ 10-12 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഇന്ന് 8 വർഷത്തോളം കഴിഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ സ്നേഹവും പരിപാലനയും കരുതലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് പാരാലിസിസ് ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഫിറ്റ്സും ഉണ്ടായിട്ടില്ല. ഈ തലയുടെ അത് മാത്രമല്ല, തലയുടെ ഒരു ഓപ്പറേഷൻ, ഓപ്പൺ സർജറിയോ ഒരു ചെറിയ ഓപ്പറേഷൻ പോലും എനിക്ക് വേണ്ടി വന്നില്ല. രക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും പരിപാലനയും ഞാൻ അനുഭവിക്കുകയാണ്. ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് ധാരാളം പ്രസംഗിക്കുവാനും പറയുവാനും സാധിക്കും. എന്നാൽ ആ സ്നേഹം എന്തെന്ന് നാം അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ അതിന്റെ മാധുര്യം നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മുടെ സഹകരണം കൂടിയേ തീരും. നമ്മെ സൃഷ്ടിച്ച് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മെ കൂടാതെ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ സഹകരണത്തിനായി കർത്താവ് കാത്തിരിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് ഒരു പൈപ്പ് തുറന്ന് ബക്കറ്റിൽ വെള്ളം പിടിക്കുമ്പോൾ ബക്കറ്റ് മൂടി വെച്ചിരുന്നാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിന് വീഴാൻ സാധിക്കുകയില്ല. അതുപോലെ നമ്മുടെ സഹകരണമില്ലാതെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്ന തിരുവചനം നമുക്ക് ധ്യാനിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ദൈവസ്നേഹം അനുഭവിച്ച് അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ആമേൻ. പരിധികളില്ലാത്ത ദൈവസ്നേഹത്തെക്കുറിച്ച് വചനങ്ങളിലൂടെ വളരെ മനോഹരമായി പങ്കുവെച്ച ടെസി മാത്യുവിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ. ടെസ്റ്റ് മണിക്ക് ആയി നമ്മോടൊപ്പമുള്ളത് സുമ സഞ്ജയ് ആണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജെറമ്യ 1:5. എൻ്റെ പേര് സുമ സഞ്ജയ്. ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിത പങ്കാളി ഡോക്ടർ സഞ്ജയ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട കോട്ടയം ലൂർദ് ഫൊറോന പള്ളിയിലെ ഇടവകാംഗങ്ങളാണ്. ഞങ്ങൾക്ക് 3 മക്കളെയാണ് ദൈവം തന്നത്. മൂത്ത മകൾ വിവാഹിതയാണ്. കുടുംബത്തോടൊപ്പം UK താമസിക്കുന്നു. രണ്ടാമത്തെ മകൾ 2 വയസ്സുള്ളപ്പോൾ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വർഗീയ മധ്യസ്ഥയാണ് അവൾ. ആ മകളുടെ രോഗാവസ്ഥയും തുടർന്നുള്ള മരണവുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഏറ്റവും അടുത്ത അറിഞ്ഞ അനുഗ്രഹീത കാലഘട്ടം തന്നെയായിരുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും
ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. യെശയ്യാ 30:20. പിന്നീട് ദൈവം ഞങ്ങൾക്ക് മൂന്നാമത് ഒരു മകളെ കൂടി തന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു. ആ മകൾ ചെറുപ്പത്തിലേ തന്നെ കോൺവെന്റിൽ ചേരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു. അങ്ങനെ +2 ശേഷം കർമ്മലിത്ത സന്യാസിനി സഭയിൽ പ്രവേശിച്ച് സഭാവസ്ത്രം സ്വീകരിച്ചതിന് ശേഷം ഇപ്പോ ബാംഗ്ലൂരിലെ സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്നു. ഈ ദൈവവിളിയിലൂടെ ദൈവം ഞങ്ങളുടെ കുടുംബത്തില് വലിയ സ്നേഹമാണ് വർഷിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ പോഷണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളും കർത്താവ് ഒരുക്കി. കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിലും ഞങ്ങൾക്ക് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു വീട്, വാഹനം, ജോലി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം തക്ക സമയത്ത് തന്നെ ക്രമീകരിച്ചു തന്നു. അതൊക്കെ ദൈവത്തിന്റെ സമ്മാനങ്ങളാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതം എപ്പോഴും ഇങ്ങനെ സുഖം മാത്രമല്ല, ദുഃഖങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ ആത്മാവിന് ഏറ്റവും നല്ലത് എന്താണെന്ന് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് എന്നെക്കാളും നന്നായി അറിയാവുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പാപങ്ങളും ലോകാരൂപിയും ഒക്കെ പിഴുത് കളയാൻ, അതിൻ്റെ ആ പാഴ്ചെടികളൊക്കെ പിഴുത് കളയാനായിട്ട് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി. അങ്ങനെ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ, സഹനങ്ങൾ എല്ലാം വന്നു. മകളുടെ മരണം, അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, സാമ്പത്തിക ഞെരുക്കം, അവഗണന, ഒരുപാട് തിക്താനുഭവങ്ങളും ഒക്കെ വന്നപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ് ഞങ്ങൾക്ക് ഇടയായത്. അതൊക്കെ ഞങ്ങളെ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കാനിടയാക്കി. പിന്നെ ഈ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയതിന്റെ ഒരു വലിയ ഒരു നന്മ, അല്ലെങ്കിൽ അതും ദൈവത്തിന്റെ ഒരു സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് പാപ സാഹചര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലോകാരൂപിയുടെ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചു ദൈവം. മക്കളെ ആണെങ്കിലും ദൈവത്തെ അറിയിച്ച് ദൈവത്തോട് ചേർത്ത് വളർത്താനൊക്കെ ഈ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് എളുപ്പമാക്കി തന്നു. അപ്പം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ എന്ന് സങ്കീർത്തൻ പറഞ്ഞത് എനിക്ക് അന്വർത്ഥമായി എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണെന്ന് ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ കേട്ടതല്ലേ. ദൈവസ്നേഹം വ്യവസ്ഥകളൊന്നും വെക്കുന്നില്ല. നമ്മളായിരിക്കുന്ന അവസ്ഥയില് വ്യക്തിപരമായിട്ട് സ്നേഹിക്കുകയാണ് ദൈവം. അപ്പൊ ഈ സ്നേഹവും വാത്സല്യവും ഒക്കെ ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. എൻ്റെ മാതാപിതാക്കളുടെ മൂത്ത മകളാണ് ഞാൻ. തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ആദ്യമായി പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച തൃശ്ശൂരിലെ ആദ്യകാല പീഡിയാട്രിഷ്യൻ കൂടിയായ ഡോക്ടർ സണ്ണി ജോർജ് ആണ് എൻ്റെ ഡാഡി. ഡാഡിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ശാന്തനും വിനയവുമുള്ള മനുഷ്യനാണ്. ഒത്തിരി ക്ഷമയുള്ള ആളാണ്. എല്ലാവരോടും സ്നേഹമാണ്. അതുപോലെ ഈ രോഗി ശുശ്രൂഷ മേഖലയിൽ ഡാഡിക്ക് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ അധികം പേരും, ഭൂരിഭാഗവും നിർധനരായിരുന്നു. അവർക്ക് വേണ്ടിയ എല്ലാ ശുശ്രൂഷകളും കയ്യിൽ നിന്ന് മരുന്നും എല്ലാം എടുത്തു കൊടുത്ത് അവരെ ഒരിക്കലും ഏത് സമയത്ത് വന്നാലും വെയിറ്റ് ചെയ്യിപ്പിക്കുക പോലും ഇല്ലായിരുന്നു. അങ്ങനെ
എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി ഇടപെടാൻ ദൈവം ഇടയാക്കിയൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഡാഡിയിൽ നിന്ന് ഞാൻ ഈ ക്ഷമിക്കുന്ന സ്നേഹവും അവ്യവസ്ഥകളില്ലാതെ കൊടുക്കുന്ന സ്നേഹമൊക്കെ ഞാൻ കണ്ട് പ്രചോദിതയായിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഡാഡി ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറുന്നവരോട് പോലും അങ്ങോട്ട് വളരെ നന്നായി പെരുമാറിക്കൊണ്ട് അവരുടെ മാനസാന്തരത്തിലേക്ക് നയിച്ച അനുഭവങ്ങളുടെ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഡാഡിയുടെ മകൾ എന്ന നിലയിൽ എനിക്ക് ഡാഡിയുടെ പേരിന് മോശം വരുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഡാഡിക്ക് വിഷമാവോ, ഡാഡിക്ക് മോശമാവോ എന്ന് ഞാൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ ചിന്തിക്കും. അങ്ങനെ എൻ്റെ ചില ഇഷ്ടങ്ങളൊക്കെ ഞാൻ അങ്ങനെ മാറ്റി വെക്കാനും ഇടയായിട്ടുണ്ട്. ഇതൊന്നും തന്നെ പുറമേന്നുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു നിർബന്ധം കൊണ്ടോ ഭയം കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് ഡാഡിയോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ്. ഡാഡിയുടെ തൃപ്തിയാണ് എൻ്റെ സന്തോഷം. അപ്പൊ അങ്ങനെയാണ് ഞാനിത് ചെയ്തിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, ഒരു മനുഷ്യനായ ഡാഡിയോടുള്ള സ്നേഹം ഇങ്ങനെയാണെങ്കിൽ, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുമെങ്കിൽ ഈ സ്വർഗത്തിലെ അപ്പൻ നമ്മൾ ആ ഒരു ആത്മബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു അനുസരണവും ഒരു വിധേയത്വവും ഒക്കെ തന്നെയല്ലേ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. അങ്ങനെ അനുകൂല സാഹചര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഞാൻ ചെറുപ്പകാലങ്ങളിൽ വളരുകയാണ്. അതുപോലെ തന്നെ ദൈവം എനിക്ക് ധാരാളം താലന്തുകളും ലോകത്തിന്റെ മുമ്പിൽ ഒത്തിരി വിലയുള്ള കഴിവുകളൊക്കെ എനിക്ക് തന്നിരുന്നു. അപ്പം നമുക്കറിയാലോ, ഒരു തോട്ടം ഒരുപാട് വളവും വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കളകളുടെ സാന്നിധ്യവും ഉണ്ടാകും. അതുപോലെ എന്നിൽ അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും സ്വാർത്ഥതയുടെയും ലോകാരൂപിയുടെയും ഒക്കെ കളകൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. അപ്പോ എൻ്റെ സ്നേഹമുള്ള സ്വർഗത്തിലെ അപ്പച്ചൻ ഞാൻ നന്നായി വളരാൻ വേണ്ടി നല്ല ഒരു തോട്ടക്കാരനെയും കൂടി ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ മമ്മി. മമ്മി ഈ കളകളൊക്കെ പൊട്ടി മുളയ്ക്കുന്ന ആ നിമിഷത്തിൽ തന്നെ അപ്പോൾ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇതെല്ലാം നുള്ളിക്കളയുന്ന ഒരു കർക്കശ സ്വഭാവക്കാരിയായിരുന്നു. അങ്ങനെ നിർബന്ധ ബുദ്ധിയും തന്നിഷ്ടക്കാരിയും ഒക്കെ ആയിരുന്ന എന്നെ വളർത്താൻ മമ്മിക്ക് ഒരുപാട് ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തന്നെ ഏൽപ്പിച്ചിരുന്ന ആ ഉത്തരവാദിത്വം, ആ കടമ അങ്ങേയറ്റം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെയും ചെയ്യാൻ മമ്മി അണുവിട പോലും അതിൽ നിന്ന് മാറാതെ അത് ചെയ്തു. എൻ്റെ നന്മയ്ക്കായിട്ടാണ് അതൊക്കെ ചെയ്തതെന്നും അതും ദൈവസ്നേഹം തന്നെ ആയിരുന്നു എന്നും എനിക്ക് ആ കാലഘട്ടത്തിൽ ഒരു തരത്തിലും സ്വീകരിക്കാൻ കഴിയില്ലായിരുന്നു. എനിക്കത് മനസ്സിലാവില്ലായിരുന്നു അത് ദൈവസ്നേഹമാണെന്ന്. അപ്പം ഞാൻ ഒത്തിരി നല്ലതായിട്ടല്ല പ്രതികരിച്ചിരുന്നത്. ഞാൻ സഹകരിക്കാഞ്ഞത് മൂലം എനിക്ക് ഒരുപാട് മുറിവുകളുണ്ടായി. അതുപോലെ തന്നെ ഞാൻ മുറിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. താൻ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിച്ചവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു എന്ന് ഹെബ്രായർ 12:6 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ആദി മാതാപിതാക്കളെ പർദീസായിൽ നിന്നും പുറത്താക്കിയതും ദൈവസ്നേഹമാണ്. അപ്പം നമുക്ക് വരുന്ന അനുകൂല സാഹചര്യങ്ങൾ മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങളും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം നമുക്കായി ഒരുക്കുന്നത് തന്നെയാണെന്നുള്ള
ആ ബോധ്യമൊക്കെ എനിക്ക് ഉണ്ടാവാൻ വളരെ വൈകി, ഒരുപാട് സമയമെടുത്തു. നീ കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നു. സങ്കീർത്തനം 139:2 പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നതെല്ലാം ദൈവത്തിന്റെ അറിവ് കൂടാതെ അല്ല. അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റിക്കൊണ്ട് ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അത്ഭുതകരമായിട്ട് ഓരോ ദിവസം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മഹത്വവും ദൈവത്തിന്. ദൈവരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവസ്നേഹം അനുഭവിച്ചും പങ്കുവച്ചും ജീവിക്കാൻ ഇന്ന് എന്നെ പ്രാപ്തയാക്കിയ സ്നേഹം തന്നെയായ എൻ്റെ ദൈവത്തോട് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നതോടുകൂടെ എന്നെ ഈ രീതിയിലാക്കി തീർക്കാൻ സഹായിച്ച എൻ്റെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, ആത്മീയ ഗുരുക്കൾ, ആത്മമിത്രങ്ങൾ, സഹപ്രവർത്തകർ, എൻ്റെ നല്ല അയൽക്കാർ, സാഹചര്യങ്ങൾ, വ്യക്തികൾ, എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആമേൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം. ചുറ്റുമുള്ളവരിലും ജീവിത സാഹചര്യത്തിലും പ്രകടമാകുന്ന ദൈവസ്നേഹത്തെ തിരിച്ചറിയണം എന്ന ചിന്ത നമ്മിലേക്ക് തന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ നിറച്ച സുമാ സഞ്ജയ്ക്ക് ഒത്തിരി നന്ദി. സ്ലൈഡ് പ്രസന്റേഷനായി സീന ക്ലീറ്റസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, ടെസ്റ്റ് ചേച്ചിയുടെ പ്രൊക്ലമേഷനിലൂടെയും സുമ ചേച്ചിയുടെ ടെസ്റ്റിമണിയിലൂടെയും ദൈവത്തിന്റെ അഭീമയമായ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതെ, ദൈവം സ്നേഹം മാത്രമാണ്. ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ സാധിക്കൂ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കാരണം ദൈവം സ്നേഹം മാത്രമാണ്. ഈ സ്നേഹം നാം അനുഭവിച്ച് പങ്കുവെച്ച് ദൈവ കുടുംബമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വ്യക്തിപരമായ സ്നേഹം. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാണ് സ്നേഹിക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അറിയുന്നു, മനസ്സിലാക്കുന്നു. മനസ്സിലാക്കണമെങ്കിൽ ഞാനെന്ന വ്യക്തി കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഞാൻ ദുഃഖത്തിലൂടെയാണോ സന്തോഷത്തിലൂടെയാണോ, എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് വ്യക്തിപരമായി നമ്മെ സ്നേഹിക്കുന്നു. അതിനാൽ തന്നെ എൻ്റെ ഇന്നലകളെ, ഞാൻ ഇന്നിപ്പോൾ എങ്ങനെയായിരിക്കുന്നു, നാളെ എനിക്ക് എന്തൊക്കെ സംഭവിക്കാം, ഇതെല്ലാം നമ്മുടെ ദൈവത്തിന് അറിയാം. എൻ്റെ ഇന്നലകളെയും ഇന്നിനെയും നാളെയും അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം. ബൈബിളിൽ ഉടനീളം നമുക്ക് ഈ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദത്തെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ സ്നേഹം. കാറ്റിസം ക്ലാസ്സില് ഈ ആദത്തെയും ഹവ്വായെയും പർദീസായിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കുഞ്ഞുനാളിൽ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഈ ദൈവപിതാവ് എന്താ ഇങ്ങനെ ചെയ്തേ? ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രമല്ലേ അവര് ഭക്ഷിച്ചത്, പിന്നെ എന്തുകൊണ്ട് അവരെ പർദീസായിൽ നിന്ന് പുറത്താക്കിയെന്ന് കുഞ്ഞുനാളിൽ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ പിന്നീട് മനസ്സിലായി, വീഴ്ചകളിലും തള്ളിക്കളയാത്ത സ്നേഹം. നന്മ തിന്മയുടെ ഫലം ഭക്ഷിച്ച ആദിമാതാപിതാക്കൾ കൈനീട്ടി നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടെ ഭക്ഷിച്ച് നിത്യനാശത്തിലാകാതിരിക്കാൻ ഏദനിൽ നിന്ന് അവരെ പുറത്താക്കി. അതെ, നമ്മൾ നിത്യനാശത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തെയും ഹവ്വായെയും അവിടെ നിന്ന് പുറത്താക്കിയത്. ദൈവപിതാവിന്റെ സ്നേഹത്തിന്റെ മറ്റൊരു പ്രകടനം. അതുപോലെ തന്നെ ഹാഗാറിനെ വ്യക്തിപരമായി അറിയുന്ന, മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന ദൈവം. നമുക്കറിയാം, സാറായുമായി മല്ലിട്ട് തല്ലുപിടിച്ചു വന്ന് സാറായി അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്റെ ഹാഗാർ എന്നോട് തല്ലുപിടിക്കുന്നല്ലോ എന്ന്. അബ്രഹാം പറയുന്നുണ്ട്,
അവൾ ഇപ്പോഴും നിന്റെ ദാസിയല്ലേ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അവളോട് പെരുമാറുക എന്ന്. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഉൽപ്പത്തി പുസ്തകം 16:8 നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. നമ്മെ വ്യക്തിപരമായി അറിയുന്ന ദൈവം, നാം എവിടെ നിന്ന് വരുന്നു, ആരുടെ മക്കളാണ്, എന്താണ് നമ്മുടെ വ്യക്തിത്വം എന്നെല്ലാം വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ദൈവം. പൂർവ്വ ജോസഫിനെ വ്യക്തിപരമായി അറിയുന്ന സ്നേഹിക്കുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 45:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. പൂർവ്വ ജോസഫിന്റെ കഥയെല്ലാം നമുക്കറിയാം. സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട് പൊട്ടക്കിണറിൽ എറിയപ്പെട്ട് ഇസ്മായിൽക്കാരിൽ വിൽക്കപ്പെട്ട് ഈജിപ്തിൽ എത്തിച്ചേർന്ന് അവിടെ പൊത്തിഫറിന്റെ ഭാര്യയുമായി തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടപ്പോൾ യജമാനനാൽ ശിക്ഷിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. തടവുകാരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. അവസാനം ഈജിപ്തിന്റെ അധിപനായി ദൈവം ജോസഫിനെ ഉയർത്തി. എന്നാൽ ജോസഫ് ഇത്രയും സഹനത്തിലൂടെ കടന്നു പോയപ്പോഴും ജോസഫിനെ മനസ്സിലാക്കിയ, ജോസഫിന്റെ കൂടെ നടന്ന് സ്നേഹിച്ച ദൈവത്തിന്റെ ഒരു സ്നേഹം. അതേ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഇന്ന് ഏതൊക്കെ സഹനത്തിലൂടെ വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും ആ സഹനങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ കൃപകളാക്കിക്കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. മോശയെ നന്നായി അറിയുന്ന ദൈവം. പുറപ്പാട് പുസ്തകം 33:17 കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. മോശ പറയുന്നുണ്ട്, ഇസ്രായേൽ ജനതയെ നയിക്കാൻ നീ എന്റെ കൂടെ വരണം. നീ ഉണ്ടെങ്കിലാ ഈ നയിക്കുന്ന ജനത ലോകം അറിയുള്ളൂ ശ്രേഷ്ഠ ജനതയാണെന്നുള്ളത്. അവിടെ ദൈവം പറയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. അതെ, നമ്മൾ ആവശ്യപ്പെടുന്ന, നമ്മളെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടക്കുന്ന, പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവം. പകൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിസ്തംഭമായി, ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലം നൽകി, വിശന്നപ്പോൾ കാടപ്പക്ഷിയും മന്നയും നൽകിക്കൊണ്ട് ഇസ്രായേൽ ജനതയെ പരിപാലിച്ച ദൈവം. പുറപ്പാട് പുസ്തകം 16:35 വചനം പറയുന്നു, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ മന്നായാണ് അവർ ഭക്ഷിച്ചത്. അവരെ കാനാൻ ദേശത്തിൽ എത്തുന്നത് വരെ അവർക്ക് കുടിക്കാൻ ജലവും വിശന്നപ്പോൾ കാടപക്ഷിയും മന്നയും കൊടുത്തുകൊണ്ട് അവരെ കൂടെ നിന്ന് പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവം. മറുതലിച്ചിട്ടും പിന്നാലെ നടന്ന് സ്നേഹിക്കുന്ന ദൈവം. പോകുന്ന വഴിയിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ മറുതലിക്കുന്നുണ്ട്. മറുതലിച്ച് നടന്നിട്ടും പിന്നാലെ നടന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം. ജോഷയുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ദൈവം അവനോട് അരുളി ചെയ്തു. നമുക്കറിയാം, മോശയ്ക്ക് കാനാൻ ദേശത്ത് എത്താൻ സാധിച്ചില്ല. ജോഷയിലൂടെയാണ് കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത എത്തിയത്. അവിടെ 12 ഗോത്രങ്ങളായി തിരിക്കുക, കാനാൻ ദേശത്ത് തിരിക്കുക എന്ന വലിയ ശ്രമകരമായ ഒരു ജോലിയാണ് ജോഷുവയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. അവിടുന്ന് പറയുകയാണ്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന്. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാൻ നമ്മെ സഹായിച്ച് നമ്മുടെ കൂടെ നടന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. എല്ലാ മനുഷ്യരെയും വ്യക്തിപരമായി അറിയുന്ന, കാണുന്ന ദൈവം. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തനം 139:16. അമ്മയുടെ ഉദരത്തിൽ ഉരുവായുന്നതിന് മുൻപേ എന്നെ വ്യക്തിപരമായി അറിഞ്ഞ, സ്നേഹിച്ച ഒരു ദൈവം. തന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്താൻ തക്ക വിധം നമ്മെ സ്നേഹിക്കുന്ന ദൈവം. ഉള്ളംകൈയിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തൊട്ടരികിൽ നിൽക്കുക. കൈയൊന്ന് തുറന്നാൽ കാണുന്ന വിധത്തിൽ ഉള്ളംകൈയിൽ രേഖപ്പെടുത്താൻ തക്ക വിധം നമ്മെ സ്നേഹിക്കുന്ന, അത്രമാത്രം നമ്മെ അറിയുന്ന നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം. യെശയ്യാ 49:16 അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
നമുക്കായി നല്ല പദ്ധതി ഒരുക്കി ആ പദ്ധതിയിലേക്ക് നമ്മെ ആനയിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ജെറമിയ 29:11 പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇങ്ങനൊരു പദ്ധതി എന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്റെ അമ്മച്ചിയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോഴേ എന്നെ കളയാനായി എന്റെ പാരൻസ് തീരുമാനിച്ചതാണ്, എന്റെ അപ്പച്ചനും അമ്മച്ചിയും തീരുമാനിച്ചതാണ്. എന്നാൽ അതിൽ നിന്ന് ദൈവം എനിക്ക് ആ ഒരു പദ്ധതി ഒരുക്കിയത് കൊണ്ട്, മനോഹരമായ പദ്ധതി ആയിരുന്നതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുൻപിലിരുന്ന് എനിക്ക് വചനം പ്രഘോഷിക്കുവാനായിട്ട് സാധിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു പദ്ധതി നമ്മുടെ ദൈവത്തിനുണ്ട്. നല്ലൊരു പദ്ധതി ഒരുക്കി നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ഒരു സ്നേഹം, അനുകമ്പയുള്ള ദൈവം. യോനാ 4:2 അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. യോനയുടെ കഥയെല്ലാം നമുക്കറിയാം. നിനവയിലേക്ക് പോകാൻ പറഞ്ഞ യോന താർശിഷിലേക്ക് ഓടിപ്പോയി. എന്നാലും അവന്റെ കൂടെ അനുകമ്പ കാണിച്ചുകൊണ്ടുള്ള ഒരു ദൈവം. ദൈവത്തിന്റെ സ്നേഹം അനന്തവും അചഞ്ചലവുമാണ്. അനന്തവും അചഞ്ചലവുമായ സ്നേഹം ആർക്കാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുക? നമ്മുടെ ദൈവത്തിനല്ലാതെ. ജെറമിയ 31:3 പറയുന്നു, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഒരിക്കലും തീരാത്ത അനന്തമായ അചഞ്ചലമായ സ്നേഹം, എല്ലായിടത്തും നിറഞ്ഞു നിന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ജെറമിയ 23:24 പറയുന്നു, എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. എല്ലായിടത്തും നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അമ്മയെ പോലെ നമ്മെ അറിയുകയും സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവം. നമുക്കറിയാം, ഒരു പെറ്റമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ സാധിക്കുകയില്ല. എന്നാൽ യെശയ്യാ 49:15 പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. വേദനയോടെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അമ്മ മറന്നു പോയാലും നമ്മെ മറക്കാത്ത, നമ്മെ കൂടെ നടന്ന് സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവം. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിൽ അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളാണ്. മക്കളെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത്? കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് മുത്തം നൽകി സ്നേഹിക്കുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഹോസിയ 11:3 പറയുന്നത്, ഞാൻ അവരെ എന്റെ കരങ്ങളിൽ എടുത്തു എന്ന്. യെശയ്യാ 40:11 അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. സ്വയം നടക്കാൻ കഴിവുള്ളവരാക്കുന്നത് വരെ കൈപിടിച്ച് നടത്തി സ്നേഹിക്കും. നമ്മൾക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങള് സ്വയം നടക്കാൻ പ്രാപ്തരാകുന്നത് വരെ, അവരൊന്ന് വീഴുമ്പോഴേക്കും ഓടിച്ചെന്ന് പിടിച്ച് അവരെ നടത്താൻ പ്രാപ്തരാക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം. അതുകൊണ്ടാണ് ഹോസിയ 11:3 എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. യെശയ്യാ 30:21 നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. നാം തെരഞ്ഞെടുക്കുന്ന പാതകൾ തെറ്റിപ്പോയാലും ഇതിലേ പോവുക, ഇതാണ് നിന്റെ വഴി എന്ന് സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ നയിക്കുന്ന ദൈവത്തിന്റെ മറ്റൊരു സ്നേഹപ്രകടനം. ഹോസിയ 11:4 ഞാൻ കുനിഞ്ഞവർക്ക് ഭക്ഷണം നൽകി. നമുക്കറിയാം, മാതാപിതാക്കളായ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം നൽകുന്നത്. ഞാനിപ്പോൾ ഓർക്കാണ്, ഞങ്ങളെ രണ്ടാമത്തെ മോള് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. കുഞ്ഞുനാളിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ വലിയ ടാസ്ക് ആയിരുന്നു. ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുപോയി പറക്കുന്ന കാക്കയെയും പൂച്ചയെയും ഒക്കെ കാണിച്ചിട്ടാണ് അവൾക്ക് ഭക്ഷണം കൊടുക്കുവാറുണ്ടായിരുന്നു. മാതാപിതാക്കൾ അങ്ങനെയാണ്, സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളവരാകുന്നത് വരെ ഭക്ഷണം വാരി വായിൽ വെച്ച് നൽകി സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? നന്മ ചെയ്യുന്നവരെയാണോ? പാപികളെയാണോ? പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയാണോ? ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു.
ഈ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നത് വ്യക്തിപരമായി യാതൊരു വ്യവസ്ഥകളുമില്ലാതെ. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഞാനിപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുകയാണോ, ഞാൻ കടബാധിതയിലാണോ, ഞാൻ രോഗാവസ്ഥയിലാണോ, ഞാൻ എല്ലാവരാലും വെറുക്കപ്പെട്ടവളാണോ, എല്ലാവരാലും തഴയപ്പെട്ടാണോ ജീവിക്കുന്നത്, എനിക്ക് വീടില്ലാന്നോ, എനിക്ക് പണമില്ലാന്നോ, യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടുകൂടെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഈ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും അനുഭവിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, ഫ്രൊത്തേലി തൂത്തി, എല്ലാവരും സഹോദരർ, ഭൂമി പൊതുഭവനം. നാം അനുഭവിച്ചറിഞ്ഞ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുമ്പോഴാണ് എല്ലാവരും സഹോദരരാണെന്നും ഭൂമി പൊതുഭവനമാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. ഇതുപോലെ നമ്മിലേക്ക് ചൊരിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിച്ച് ആ സ്നേഹം എല്ലാവരിലും ഒഴുകപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു ദൈവത്തിന്റെ സ്നേഹം പല മേഖലകളിലും ഒഴുകിയിറങ്ങിയ ഒത്തിരി സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആത്മീയ മേഖലയിൽ ഒന്ന് തളർന്നിരിക്കുമ്പോൾ പാസ്റ്ററിലൂടെയും എൽഡേഴ്സിലൂടെയും ആത്മീയ ഉപദേശങ്ങൾ നൽകി കൈപിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശാരീരിക മേഖലയിലും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, എൻ്റെ ഭർത്താവിന് ക്ലീറ്റസ് പോൾ, അദ്ദേഹത്തിന് കിഡ്നി സ്റ്റോൺ റീസെന്റ്ലി വന്നതാണ്. കിഡ്നി സ്റ്റോൺ ആയി ഭയങ്കര വേദനയായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു വേറൊരു മരുന്നുമില്ല, സർജറി മാത്രമേ ചെയ്യാനുള്ളൂ എന്ന്. ആളൊരു ഹാർട്ട് പേഷ്യന്റ് കൂടി ആയതുകൊണ്ട് ഹാർട്ടിന്റെ ടെസ്റ്റുകൾക്ക് വേണ്ടി, അത് ചെയ്യുന്നതിന് വേണ്ടി ഒരു 3 ദിവസത്തെ അവധി, 3 ദിവസത്തിന് ശേഷം വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. യാതൊരു മരുന്നുകളും തന്നില്ല, ഒരു ഇഞ്ചക്ഷൻ പെയിൻ കില്ലർ മാത്രം തന്ന് ഞങ്ങളെ തിരിച്ചു വിട്ടു. അവിടെ അഡ്മിറ്റ് ആവുന്നതിന്റെ തലേദിവസം വന്ന് ഒന്നും കൂടി സ്കാൻ ചെയ്യാനായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ സയൻസിനെ അത്ഭുതപ്പെടുത്തുന്ന വിധം ആ സ്കാൻ റിപ്പോർട്ടിൽ ദ സ്റ്റോൺ വാസ് ഡിസപ്പിയർ എന്ന റിസൾട്ട് ആണ് വന്നിരുന്നത്. ഡോക്ടർ ഒരു ഹൈന്ദവ ഡോക്ടർ ആയിരുന്നു. ഡോക്ടറിന്റെ ടേബിളിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ കൈകൾ കൂപ്പി പറഞ്ഞു, യുവർ ഗോഡ് ഈസ് വെരി ഗ്രേറ്റ് എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം ശാരീരിക മേഖലയിലും അനുഭവിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. സാമ്പത്തിക മേഖലയിലും ദൈവം ഞങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ മൂത്ത മകൾ BSc നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അവളുടെ സെക്കൻഡ് സെമസ്റ്റർ സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കുന്നതിന് ഒരു 3 ദിവസം മുൻപാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ബാങ്കിൽ നിന്നുള്ള ഇൻഫോർമേഷൻ, അവരുടെ ഡേറ്റിൽ എന്തോ മിസ്റ്റേക്ക് വന്ന് ആ ഫണ്ട് അവിടെ പാസ്സായില്ല. സെമസ്റ്റർ കട്ടായി പോകുമെന്നൊരവസ്ഥ. പൈസ അടച്ചില്ലെങ്കിൽ സെമസ്റ്റർ എക്സാം എഴുതാൻ സാധിക്കുമായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു ദിവസത്തിന്റെ രാത്രിയിൽ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മകൾക്ക് അടയ്ക്കാനുള്ള പൈസ ദൈവപിതാവ് ഞങ്ങൾക്ക് തന്ന് അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിച്ചു. അതെ പ്രിയപ്പെട്ടവരെ, വ്യവസ്ഥകളില്ലാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ അവസ്ഥയിൽ കണ്ടുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, അത് നാം എല്ലാവരും അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി. ദൈവസ്നേഹത്തിന്റെ ആഴവും പരപ്പും നമ്മിലേക്ക് നിവേശിപ്പിച്ച സീന ക്ലീറ്റസിന് നന്ദിയുടെ നറുമലരുകൾ. ഏറെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും ആണ് നാം പേട്രൺസ് മെസ്സേജിനായി കാത്തിരിക്കുന്നത്. അതിനായി അഭിവന്ദി പിതാവ് മാർ ജോയ് ആലപ്പാട്ടിനെ ഏറെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അശ്വതി പിതാവ് എത്തിയിട്ടില്ല, പിതാവ് യാത്രയിലാണ്, പിതാവ് എത്തിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് അനൗൺസ്മെന്റ് ആണ്. മെയിൻ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അവരവരുടെ സബ് ഗ്രൂപ്പുകൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തുക. സബ് ഗ്രൂപ്പിൽ ചേർത്തപ്പോൾ പലരുടെയും ഇൻവിറ്റേഷൻ ലിങ്ക് നിങ്ങളുടെ ഇൻബോക്സിൽ വന്ന് കിടപ്പുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന്
ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമാണുള്ളത്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് ജനുവരി 12 മുതൽ 17 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 97 46 91 72 73 എന്ന നമ്പറിലോ 70 12 57 45 57 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷനു വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്ക് അത് ലഭ്യമാണ്. നമ്മൾ ഒരു മിഷനാണെന്ന ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അറിയിക്കുക. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കുകയില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. അറിയിപ്പുകൾ കഴിഞ്ഞു. അടുത്തായി നമുക്ക് വൈൻഡ് അപ്പ് മെസ്സേജ് ആണ്. വൈൻഡ് അപ്പ് മെസ്സേജിനായി പ്രൊഫസർ CC ആലിസൂട്ടി ആന്റിയെ ക്ഷണിക്കുന്നു. താങ്ക് യു അശ്വതി, താങ്ക് യു വെരി മച്ച്. നമ്മള് അറിയാമല്ലോ, ആദ്യത്തെ വിഷയമാണ് ദൈവം നമ്മളെയൊക്കെ സ്നേഹിക്കുന്നു എന്നുള്ളത്. ശരിക്കും അവരുടെ പ്രൊക്ലമേഷനിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും പ്രസന്റേഷനിലൂടെയും പാട്ടുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ നമുക്കങ്ങ് മനസ്സിലായി അല്ലേ. പിന്നെ ഒരു കാര്യം, ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിന്റെ രൂപത്തിലും ചായയിലുമാണെന്നും, പിന്നെ ദൈവത്തിന്റെ സൃഷ്ടി തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകാശനമാണെന്നും, പിന്നെ ദൈവം സ്നേഹം തന്നെ, ദൈവം സ്നേഹമാണെന്ന് യോഹന്നാശ്രീ പറയുന്നത് അല്ലേ. ദൈവം സ്നേഹമാണ്. അതിനിടയ്ക്ക് നമ്മളോട് സീന ചോദിച്ചു, ആരെയാ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചില്ലേ. എന്തെങ്കിലും മറുപടി നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. ആരെയാണാവോ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത്? ചിലർ പറയും എന്നെയാ സ്നേഹിക്കുന്നത് പറയാം, അല്ലെ അവരെയാണെന്ന് പറയും, പുണ്യാന്മാരെയാണെന്നോ ഭാവികളെയാണെന്നോ ഒക്കെ പറയില്ലേ. ദൈവത്തിന്റെ സ്നേഹം പൂർണ്ണമാണ്. പൂർണ്ണതയ്ക്ക് കൂടാനും പറയാനും പറ്റുകയെന്ന് നമുക്കറിയത്തില്ലേ. കൂടാനും പറ്റുകയില്ല, പറയാനും പറ്റുകയില്ല. ദൈവം നമ്മളെ എല്ലാവരും, ഇപ്പം മഴ പെയ്യുമ്പോൾ ആർക്കാ കൂടുതൽ വെള്ളം കിട്ടുക? അല്ലെ കടലിൽ ചെന്ന് മുങ്ങിയാൽ ആർക്കാ കൂടുതൽ വെള്ളത്തിൽ മുങ്ങാൻ പറ്റുക? അതുപോലെ ദൈവത്തിന്റെ സ്നേഹത്തില് എല്ലാവർക്കും ഒരുപോലെ എത്ര വേണേലും അനുഭവിക്കാവുന്ന അത്ര സമൃദ്ധിയാണ്. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ട് ദൈവത്തിന്റെ പദ്ധതിയില്. സെയിന്റ് അഗസ്റ്റിൻ പറയുന്നൊരു പ്രയോഗമുണ്ട്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്റെ സഹകരണം കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റുകയെന്ന് പറയും. ഡിവൈൻ ഹ്യൂമൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ വിഷയത്തിനും നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പാർട്ട്ണർഷിപ്പ്, ഒരു പ്രത്യുത്തരം ആവശ്യമാണ്. നമ്മൾ വളരെ ആഘോഷമായിട്ട് വിരുന്നൊരുക്കി വെച്ചിരിക്കുകയാണേലും നമ്മൾ ചെന്ന് എടുത്തു കഴിച്ചാലല്ലേ നമുക്ക് അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ദൈവം ഇതെല്ലാം ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കുക നമുക്ക് വേണ്ടി. നമ്മള് നമ്മുടേതാക്കണം. അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ഓരോ ആഴ്ചയിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യുത്തരം, ഒരു റെസ്പോൺസ്. ഇപ്പം ദൈവം ഇങ്ങനെ നമുക്ക് മനസ്സിലായി. ബൈബിള് നിറച്ചും പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മളെ എല്ലാരെയും നമ്മളിപ്പോൾ ആയിരിക്കുന്ന വിധം വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളൊന്നുമില്ലാതെ നിരുപാധിക സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുക. പക്ഷെ ഒഴുക്കിന്റെ ലൈനിൽ നമ്മൾ നിന്നാലല്ലേ നമ്മളിലേക്ക് എത്തുള്ളൂ. ദൈവത്തിന്റെ ആഗ്രഹം ഈ സ്നേഹം നമ്മളെല്ലാവരും അനുഭവിച്ച്, എന്നിട്ട് നമ്മളിൽ അങ്ങോട്ട് സ്നേഹം നിറഞ്ഞിട്ട് നമ്മളിലൂടെ നമ്മളുമായി ബന്ധപ്പെടുന്നവരിലേക്കെല്ലാം സ്നേഹം ഇങ്ങനെ ഒഴുകി 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 പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. നമ്മള്
ഇതിനൊരു ഈ ഇലക്ട്രിസിറ്റിയുടെ ഒരു സർക്കിൾ ഇതിനുണ്ടല്ലോ, ഒരു ഓട്ടോമാറ്റിക് സെറ്റിംഗ് ഉണ്ടല്ലോ. നമുക്കറിയാം, ഒരു ഫ്യൂസ് കത്തിപ്പോയാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആകും. ഇതുപോലെയാ ദൈവം നമ്മളെ എല്ലാവരും കൂടെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ബൈബിളൊക്കെ വായിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എല്ലാം കിട്ടുമെന്ന് വിശ്വസിക്കുക. എന്നാൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറയുന്നുണ്ട്. ബലിയർപ്പിക്കാൻ പോകുമ്പോൾ പറയുന്നത്, അവിടെ വെച്ച് ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് നീ ഓർക്കുന്ന പക്ഷം ബലിവെച്ചൊക്കെ അവിടെ വെച്ചിട്ട് പോയിക്കോ, കാര്യമില്ല, ബലി സ്വീകാര്യമാവില്ല. ഇതുപോലെ ദൈവം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, ഈ സ്നേഹത്തിന്റെ ഒഴുക്കിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. മാറി നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ആരിലേക്കെങ്കിലും നമ്മളിലുള്ള സ്നേഹം ഒഴുകുന്നതിന് നമ്മൾ ബ്ലോക്ക് സൃഷ്ടിച്ചാല്, അത് നമ്മളെ ഒഴുകാൻ അനുവദിക്കാതിരുന്നാല് ഈ മുകളിലത്തെ ടാപ്പ് അങ്ങ് ബ്ലോക്കായി പോകും. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ എപ്പോഴും നമ്മളില് പറഞ്ഞല്ലോ, അവസാനം പറഞ്ഞത് ഈ സ്നേഹം നമ്മളെല്ലാവരും അനുഭവിച്ച് നമ്മളങ്ങോട്ട് നിറഞ്ഞ് നമ്മളിലൂടെ മറ്റുള്ളവരുടെയും ഈ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് നടക്കണമെങ്കിൽ രണ്ട് കാര്യം നമുക്കിത് ചെയ്യാം. നമുക്ക് ചെയ്യാനുള്ളത് പലതും കൊണ്ട് പതുക്കെ പതുക്കെ വരും. ഒന്ന്, നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് നോക്കാം. രണ്ടാമത്തേത്, ആർക്കെങ്കിലും നമ്മളോട് വിഷമമുണ്ടോ എന്ന്. ഇത് അങ്ങോട്ടാണേലും ഇങ്ങോട്ടാണേലും ഏതാ മെച്ചം? രണ്ടും കണക്കാ, ബ്ലോക്കായി. അതുകൊണ്ട് നമുക്ക് ആരോടെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. നമ്മളോട് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കണം. അപ്പം നമ്മൾ ഒഴിഞ്ഞു മാറി നടക്കുന്ന, മിണ്ടാതെ നടക്കുന്ന, നമ്മളോട് മിണ്ടാതെ നടക്കുന്ന, നമ്മളെ കരുതാതെ അവഗണിച്ച് നടക്കുന്ന അല്ലെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. സത്യത്തില് എല്ലാവരോടും ദൈവത്തോടടക്കം നമുക്ക് വിഷമമുണ്ടെന്നുള്ളതാ സത്യം, അല്ലേ? ദൈവം എന്നെ ഒരു പെണ്ണായിട്ട് എന്തിനാ സൃഷ്ടിച്ചത്, അല്ലെ ആണായിട്ട് എന്നാ സൃഷ്ടിച്ചത്, ഈ വീട്ടിൽ എന്തിനാ സൃഷ്ടിച്ചത്, ഈ സാഹചര്യത്തിൽ ഇങ്ങനെ എന്തിനാ സൃഷ്ടിച്ചത്, ഇത്രയും പൊക്കമേ ഉള്ളോ, ഇത്രയും വണ്ണം കൂടിപ്പോയോ, ഇത്രയും വയറായോ, എന്തെല്ലാം. ഇതൊന്നും നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ദൈവം ചെയ്താന്ന് പറയും. അവൻ ദൈവത്തോട് മുതല്, മാതാപിതാക്കളോട് മുതല്, സഹോദരങ്ങളോട്, ചുറ്റുപാടുമുള്ളവരോട്, അധ്യാപകരോട്, വികാരിയച്ഛനോട്, കന്യാസ്ത്രീകളോട്, ആരോടൊക്കെയാ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഏതാണ്ടൊക്കെ ഇച്ചിരി വിഷമം ഉണ്ടാകാൻ ഇടയില്ലേ? ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ അടുത്തുള്ളവരോ അകലെയുള്ളവരോ. ഈ ആഴ്ച നിങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് എനിക്കങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് ഫുള്ളായിട്ട് സ്നേഹിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ ഒക്കെ പേരുകൾ ഒന്നങ്ങ് എഴുതണേ. ഒരു കടലാസോ ബുക്ക് വേണമെങ്കിൽ ഒരു കോഴ്സ് കൂടുമ്പോൾ ഒരു വെച്ച് ബുക്ക് നിങ്ങളുടെ ഇതിനായിട്ടങ്ങ് മാറ്റി വെച്ചോ. എന്നിട്ട് ആ ബുക്ക് എന്നിട്ട് ഇതുപോലെ എല്ലാ ആഴ്ചയും നമുക്ക് ഹോംവർക്ക് ഉണ്ടാവുക. എന്നിട്ട് എനിക്ക് വിഷമമുള്ളവർ എന്ന് പറഞ്ഞിട്ട് ദൈവം മുതൽ അങ്ങ് എഴുതിക്കോ. എന്നിട്ട് ഈ എഴുതുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഞാൻ വിട്ടു, ഞാൻ ക്ഷമിച്ചു, ഞാൻ ക്ഷമ ചോദിക്കുന്നു, ദൈവമേ ക്ഷമിക്കണേ, ഞാനിത് നമ്മൾ പറയുന്നില്ലേ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് വരാന് ഈ ആഴ്ചയിലെല്ലാം ഇനി മുമ്പോട്ട് ചെയ്യുന്നതൊക്കെ ഇതിനുള്ള പരിപാടികളാണ് കേട്ടോ. നിങ്ങൾ എത്ര അധികമായിട്ട് സഹകരിക്കുമോ അത്ര അധികമായിട്ട് അനുഭവം ഉണ്ടാകും. ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ഇവനെ ധാരാളം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ഏറ്റുവാങ്ങാതെ നമ്മുടേതാവില്ലല്ലോ. ചിലപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ കാണിക്കുവേ, ഒരു സമ്മാനം, ഒരു മൊബൈൽ ഫോണ് എടുത്തു വെച്ച് നീട്ടി, നമ്മൾ വെച്ച് നീട്ടി ആരും മേടിക്കുകയില്ല. ദാനമായിട്ട് കൊടുക്കാമെന്ന് വെച്ചാലും മേടിക്കാൻ പറ്റണ്ടേ? അല്ലെ നമ്മൾ കുറച്ച് പൈസ കൊടുക്കാമെന്ന് വെച്ചു, അയ്യോ മേടിക്കാൻ എന്തൊരു പാടാന്നറിയാവോ? ഇതൊക്കെ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ ഇതൊക്കെ മാറി വരണമെങ്കിൽ അതൊക്കെ ഒന്ന് തുടങ്ങാം. അതിന്റെ ആദ്യ പാഠമായി ആഴ്ചയിലെത്തത് കേട്ടോ. അപ്പൊ എനിക്ക് വിഷമമുള്ള ആൾക്കാരുടെ ഒക്കെ പേരുകൾ അങ്ങോട്ട് എഴുതിട്ട്, ദൈവമേ ഇവരെ അനുഗ്രഹിക്കണേ, ഇയാളെ ഞാനിങ്ങനെ സ്നേഹിക്കാതെ ഒഴിച്ചു മാറ്റി നിർത്തിയതിന് മാപ്പാകണേ, എൻ്റെ ഉള്ളിലൂടെ അവിടുത്തെ സ്നേഹം ഈ ആളിലേക്ക് ഇവരിലേക്കൊക്കെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പേരുകൾ എഴുതുക. അതുപോലെ നമ്മളെ ഒഴിഞ്ഞു മാറി നടക്കുന്ന ആൾക്കാർ കാണും. നമ്മളെ സ്നേഹിക്കാൻ പറ്റാത്തവര്, വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മളോട് വിഷമമുള്ളവര്, അവരുടെയും പേരുകൾ അങ്ങ് എഴുതിക്കോ. അങ്ങനെ ഒരു മിനിമം 10 അല്ല, അതിലൊക്കെ ധാരാളം പേരുണ്ടാകുന്നേ. പരമാവധി പേരുകളൊന്ന് എഴുതിയിട്ട്, ദൈവമേ അങ്ങയുടെ ആ
ഇവരൊക്കെ പറഞ്ഞില്ലേ, നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന വിധം ദൈവത്തിന്റെ സർവശക്തിയോടെയും. ആ സ്നേഹം എൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് നിറഞ്ഞിട്ട് ഇവരിലേക്കെല്ലാം ഒഴുകട്ടെ, അങ്ങനെ ഒഴുകട്ടെ, ദൈവസ്നേഹം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ പേരുകളെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. Let the love of God flow out through me into all these people. അല്ലേ? ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനെ ഒന്ന് തുറങ്ങുമ്പോഴേക്ക് നമ്മുടെ ജീവിതങ്ങള് സ്നേഹം കൊണ്ട് നിറയും. ഇവരൊക്കെ പറഞ്ഞു കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സൗഖ്യവും സ്വാതന്ത്ര്യവും സന്തോഷവും നമ്മളറിയാതെ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാറുന്ന അനുഭവം ഉണ്ടാകും. എത്ര അധികമായിട്ട് എത്ര ആത്മാർത്ഥതയോടെ നിങ്ങൾ ഈ സഹകരണം ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് അനുഭവിക്കാനാകും കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണേലും, ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതും വേണേ ഒന്ന് കുറിച്ചോ ഇല്ലേ, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്, എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തവരും എന്നെ സ്നേഹിക്കാൻ പറ്റാത്തവരുമായി ജീവിച്ചവരോ മരിച്ചവരോ ആരും ആകാം, ദൂരെയുള്ളവരോ ആരും, അവരുടെ ഒക്കെ പേരുകൾ എന്ന് എഴുതിയിട്ട് അവർക്ക് വേണ്ടി നമുക്ക് ഈ ആഴ്ച പ്രാർത്ഥിക്കാം. അതൊരു നല്ല കോഓപ്പറേഷൻ, ഡിവൈൻ ഹ്യൂമൻ പാർട്ട്ണർഷിപ്പ്, ദൈവ മനുഷ്യ പങ്കാളിത്തം. ദൈവത്തിന്റെ സ്നേഹം വന്നൊഴുകുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പങ്കാളിത്തം, റെസ്പോൺസ്. അപ്പൊ അതിനുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. വേറെ പണികളൊക്കെ ഉണ്ട്, പറഞ്ഞല്ലോ. പിന്നെ സബ് ഗ്രൂപ്പ് നിങ്ങളുടെ മെന്റേഴ്സും ഗ്രൂപ്പുകളിലൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നത്തെ ഈ സെഷൻ യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് ഇന്ന് തന്നെ നാളെ രാവിലെയോ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ 1-2 പ്രാവശ്യം കൂടി ഇത് മുഴുവൻ ഒന്ന് കേൾക്കുന്നത് നല്ലതാ കേട്ടോ. അങ്ങനെ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. അപ്പൊ നല്ലൊരു തുടക്കമാകട്ടെ. നിങ്ങൾ അത്ഭുതങ്ങൾ ഈ ഒരു 10 ആഴ്ച കഴിയുമ്പോഴേക്ക് നമ്മളെല്ലാവരും പുതിയ മനുഷ്യരാകും. നമ്മളൊരു കുടുംബം പറഞ്ഞില്ലേ, പ്രത്യേലി തൂത്തി എൻ്റെ എർത്ത് അവർ കോമൺ ഹോം. നമ്മളെല്ലാവരും സഹോദരർ, ദൈവത്തിന്റെ മക്കള്, ദൈവത്തിന്റെ കുടുംബം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ എല്ലാവരുടെയും പൊതു ഉത്തരവാദിത്വം. അതിലേക്കൊക്കെ വളർന്നുകൊണ്ട് ദൈവരാജ്യം ദൈവ കുടുംബമായിട്ട് വളരാൻ ഇടയാകട്ടെ. ആമേൻ. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ വീക്ക്. ദൈവസ്നേഹം നമ്മിൽ നിറയുന്നതിനും ഒഴുകുന്നതിനും തടസ്സമായിരിക്കുന്ന എല്ലാ ബ്ലോക്കുകളും എടുത്തു മാറ്റി ദൈവത്തിന് ഒരു ശരിയായ ജീവിതം പ്രത്യുത്തരമായി നൽകാൻ നമ്മെ ആഹ്വാനം ചെയ്ത ആലിസൂട്ടി ആന്റിക്ക് 1000 നന്ദി. ഈ അനുഗ്രഹവേളയിലുടനീളം ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് പകർന്നു കിട്ടി. ഇനി ഇതിന്റെ എല്ലാം പൂർത്തീകരണം എന്ന പോലെ ബ്ലെസ്സിങ്സിനും മെസ്സേജിനുമായി എത്തിയിരിക്കുന്ന നമ്മോടൊപ്പം ആയിരിക്കുന്ന റവറൻ ഫാദർ സേവ്യർ മാന്ത്രയെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നല്ല സമയമായിരുന്നു. എനിക്കൊരു ഇതിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് അത്ര ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. ടോംചാൻ എന്നോട് കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞിരുന്നു, പക്ഷെ എത്തിച്ചേരാൻ പറ്റുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം എൻ്റെ ഷെഡ്യൂൾ അങ്ങനെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തിരിച്ച് ഹൈദരാബാദ്. ഇന്ന് ശരിക്കും ഇവിടെ എത്തേണ്ടതല്ല, അന്ന് കുർബാന കഴിഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് കുർബാന കഴിഞ്ഞ് മൊബൈൽ എടുത്ത് നോക്കിയതും മീറ്റിംഗ് നടക്കുന്നതായിട്ടുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കണം. അല്ലെ മൊബൈൽ എടുത്തില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് വരത്തില്ലായിരുന്നു. ഞാൻ ശരിക്കും അത് അൺഅവെയർ ഓഫ് ദ ഫാക്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് നടക്കുമോ ഇല്ലയോ എന്ന്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് കുർബാന കഴിഞ്ഞ് ഇവിടെ ആരും തിരിച്ചു പോയിട്ട് പോലും ഇല്ല. കുർബാനയും കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടോ, നിങ്ങളുടെ കൂടെ ഈ കോഴ്സ് കൂടാൻ കുറച്ചധികം പേരുണ്ട്. ഈ ലിസ്റ്റിൽ കാണുന്നത് മാത്രമല്ല, സോ കുറച്ചധികം പേര് നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ നമ്മുടെ കോഴ്സിൽ, മിസിയോ കോഴ്സിൽ കുറെ അധികം പേര് കൂടുന്നുള്ളത് വാസ്തവമാണ്. അവരെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെയും മിസിയോയുടെ പ്രവർത്തനത്തിന്റെയും ഭാഗമായിട്ട് നിങ്ങളോട് കൂടെയുള്ളവരാണ്. അതിന്റെ പ്രതിഫലം സ്വീകരിക്കുന്നവരാണ്. ഏതായാലും ഈ കുർബാന കഴിഞ്ഞിട്ടുള്ള സമയം, ഞങ്ങളുടെയൊക്കെ സമയം, ഞങ്ങളുടെ 8:45 കുർബാന കഴിഞ്ഞപ്പോഴത്തേക്ക്, 8:30 കഴിഞ്ഞു കുർബാന കഴിഞ്ഞപ്പോഴത്തേക്ക്. നോക്കിയേ, എന്തൊരു നല്ല സമയം അല്ലേ. നമ്മുടെ നാട്ടിലെ പോലെ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഒന്നും വെച്ച് കുർബാന ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ. ഏതായാലും ഇന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജനനത്തിന്റെ
എത്ര വയസ്സ് വരെ നമ്മൾ ജീവിച്ചെന്ന് നോക്കിയാൽ അത് ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞ് സൂക്ഷിക്കപ്പെട്ടുള്ള ദിവസങ്ങളും ജീവിതവുമാണ് നമ്മുടേത്. നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാൻ എന്തായിരിക്കുന്നു, ഞാൻ എങ്ങനെയായിരിക്കുന്നു, എൻ്റെ എല്ലാ കുറവുകളോടും കൂടെ, എൻ്റെ വലുപ്പത്തോ എൻ്റെ ചെറുപ്പത്തിലോ എല്ലാം കൂടെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഒരു തമ്പുരാൻ എനിക്കുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കൃപ. ആ ഒരു ദൈവസ്നേഹത്തിൽ നമ്മൾ പൊതിഞ്ഞ് സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. നമുക്ക് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇവിടെയുള്ളവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വരുന്നവർ ദൈവത്തെ ഭയപ്പെട്ട് പലരും വരാറുണ്ട്, ദൈവത്തെ ഭയമാണെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അവരുടെ എക്സ്പീരിയൻസ് അതാണ്. മറ്റ് മതങ്ങളിലും മറ്റ് ജാതികളിലും ഒക്കെയുള്ളവർ ദൈവം കോപിക്കുന്നവനാണ്, ദൈവം നമ്മളെ ശിക്ഷിക്കുന്നവനാണെന്നൊക്കെയുള്ള ഒരു ബോധ്യത്തിൽ ഇങ്ങനെ പേടിച്ച് ഭയന്ന്, കാരണം ഇവര് ചെറിയ രീതിയിൽ മറ്റ് ദേവന്മാരെ ആരാധിക്കുകയും വസ്തുക്കളെ ആരാധിക്കുകയും ഈ തന്ത്രവും മന്ത്രവും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ വരുമ്പോൾ അവരോട് കോപിച്ച് അവരുടെ ജീവിതത്തിലെ താറുമാറാക്കി കളയുന്ന ദൈവങ്ങളെയാണ് അവർ കണ്ടിട്ടുള്ളത്. എന്നിട്ട് അവരിവിടെ വരുമ്പോൾ ദൈവസ്നേഹത്തിന്റെ നമ്മുടെ ആരാധനയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇവിടെയുള്ളവർക്ക് ആരാധനയാണ് ഏറ്റവും ഇഷ്ടം. അവർ ആ ദൈവസ്നേഹം തിരിച്ചറിയുന്ന ഒരു അനുഭവം അവർക്ക് ഇവിടെ ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ നവംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ ദൈവം എന്നോട് സ്നേഹപൂർവ്വം കാണിച്ചില്ലായിരുന്നെങ്കിൽ, സ്നേഹപൂർവ്വം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ, ഒരു പക്ഷെ നിങ്ങൾ സേവറച്ചന് ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ അടിക്കേണ്ടി വന്നാണ്, മിസ്സിയോ കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു പോസ്റ്ററൊക്കെ അടിക്കേണ്ടി വന്നാണ്. ഒരു പോറൽ പോലും, വണ്ടി പൂർണ്ണമായിട്ടും നശിച്ചിട്ടും ഒരു പോറലോ ഒരു തുള്ളി രക്തമോ പോലും ചൊരിയാതെ ആ വണ്ടി നമ്മുടെ മിസ്സിയോ ഭവനിലായിട്ടുകൊണ്ടിരുന്നത് ഇത്രയും കാലവും, ഞാൻ നാട്ടിൽ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്. ആ വണ്ടി തവിട് പൊടിയായി പോയിട്ടും തമ്പുരാൻ എൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും വരുത്താതെ എന്നെ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? നമ്മൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നില്ലേ? നമുക്ക് എന്നൊക്കെ കുറവുകളുണ്ട്, എന്നൊക്കെ ബലഹീനതകളുണ്ട്, എന്തൊക്കെ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, എന്നിട്ട് നമ്മളെ തമ്പുരാൻ കാത്തു പരിപാലിക്കുന്നില്ലേ? ഞാൻ സാധാരണ കുമ്പസാരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാറുണ്ട്. ഈശോയ്ക്ക് നമ്മളോട് ഒരുപാട് സ്നേഹമുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്ന പല തെറ്റുകളും കുറവുകളും ഒക്കെ തമ്പുരാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കാൻ താല്പര്യമില്ലാതെ, നമ്മളെ കളിയാക്കാൻ താല്പര്യമില്ലാതെ, കുറ്റപ്പെടുത്താൻ താല്പര്യമില്ലാതെ അവിടുത്തെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുക. എന്നിട്ട് നമ്മുടെ കുറ്റത്തിന്റെയും കുറവുകളുടെയും മുമ്പിൽ അങ്ങനെ നിൽക്കും. ഈ ശരിക്കുള്ളവര് എല്ലാ പാവം, അതിന്റെ അടുത്ത സെഷനിൽ നിങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കും. ഞാൻ ഈ ഒരു സെഷനിൽ മാത്രം ഉള്ളത് കാരണം ഞാൻ അങ്ങ് പറഞ്ഞു പോവുക. സാധാരണ ആലിസുട്ടി തന്നെ അങ്ങനെ സമ്മതിക്കാത്തതാണ്, ഈ ഒരു പോയിന്റിന്റെ അപ്പുറത്തോട്ട് കിടക്കാൻ സമ്മതിക്കാത്തതാണ്. പക്ഷെ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ചാല അവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഞാൻ ഐ എം അവെയർ ഓഫ് ദ ഫാക്ട്, അവെയർ ഓഫ് ദ പോയിന്റ്. പക്ഷെ അതിനെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെയൊക്കെ കുറവുകൾ, എൻ്റെ തെറ്റുകളാണ് ഞാൻ ഒരു ദിവസം ചെയ്യുന്നത് അല്ലേ? എൻ്റെ ജീവിത പങ്കാളി ഞാൻ ചെയ്യുന്ന തെറ്ററിഞ്ഞാൽ, എൻ്റെ എൻ്റെ ഇവിടുത്തെ പിതാവ് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ അറിഞ്ഞാൽ, എൻ്റെ അപ്പനും അമ്മയും ഞാൻ ചെയ്യുന്ന തെറ്റുകൾ അറിഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങൾ ഞാൻ ചെയ്യുന്ന തെറ്റുകളും എൻ്റെ ബലഹീനതകളുടെയും വശങ്ങൾ അറിഞ്ഞാൽ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ജനങ്ങൾ എൻ്റെ ബലഹീനതകളുടെ മേഖലകൾ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന നാണക്കേടിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ട് ഇതിനെല്ലാം അവിടുത്തെ സ്നേഹം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുക. എന്നിട്ട് അവനെന്നെ ചെയ്യുന്നതെന്നറിയോ? അവന്റെ ആ വികൃതമായ മുറിവുകളുടെ പുറകിൽ നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുക. അങ്ങനെ ആ ഒരു മുറിവുണ്ടായതും മുറിവേറ്റതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി. എന്നിട്ട് ആ മുറിവിൽ നമ്മളെ പുറകില്, എന്നിട്ട് നമ്മൾ സേഫാ. എൻ്റെ മോൻ പെർഫെക്റ്റ് ബീയിങ് ആണെന്ന് ഈശോ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നു. എൻ്റെ മോൻ യാതൊരു കുറവില്ലാത്തത്, എൻ്റെ കുറവുകളെല്ലാം അവൻ മറച്ചു ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ സ്നേഹത്തില് പങ്കുകാരാണ് എല്ലാവരും. ഈശോ എന്നോട് കാണിക്കുന്ന, ഞാൻ ഇനി അങ്ങോട്ട് എക്സ്റ്റെൻഡഡ് ആയി സംസാരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എല്ലാ കോഴ്സിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുക. അത് അതിൻ്റെതായ സമയത്തിന്റെ പൂർണ്ണതയിൽ കവർ ചെയ്തപ്പെട്ടോളും. അന്നേരം നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ മിഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, എൻ്റെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറച്ച് നാളായി മിസ് ചെയ്യുന്ന കുറച്ച് പേര് ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, ഇനി അടുത്ത ആൾക്കാർ മിഷൻ ട്രിപ്പിന് വരാൻ റെഡിയാകേണ്ട സമയം കഴിഞ്ഞു. എനിക്കറിയാം, ഞാൻ നാട്ടിൽ ഇപ്പം വളരെ കുറച്ചേ വരാറുള്ളൂ. ഒന്ന് കാലാവസ്ഥ, യാത്ര, ബുദ്ധിമുട്ട്, ആരോഗ്യം, ഇതെല്ലാം മാനിച്ച് ഞാൻ വളരെയധികം കുറച്ച് യാത്രകളെ ചെയ്യുന്നുള്ളൂ. പക്ഷെ യാത്രകൾക്ക് യാതൊരു കുറവില്ല. ഇവിടുത്തെ യാത്രകൾക്ക് തന്നെ അത്യാവശ്യം യാത്രകളുണ്ട്. അന്നേരം മിഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കം ടു ദ മിഷൻ. ചുമ്മാ വായു കാണുക, ഈശോയുടെ സ്നേഹം എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്രാർത്ഥനാശംസകളും. നിങ്ങളെല്ലാം ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ നിയോഗങ്ങളെയും. നിങ്ങളിപ്പോൾ
ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരുപാട് സമയങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ മാറ്റിവെക്കുന്ന ഈ സമയം, കുടുംബത്തിലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാവുന്ന സമയം, കുടുംബാംഗങ്ങളോടൊപ്പം ആയിരിക്കാവുന്ന സമയം, അതെല്ലാം മാറ്റിവെച്ച് ഈശോയോടൊപ്പം ആയിരിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഈ സമയം അനുഗ്രഹമായിട്ട് തീരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ കൂട്ടായ്മയോടും കൂട്ടായ്മയുടെ നിയോഗങ്ങളോടും വ്യക്തിപരമായ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല സന്ദേശം പങ്കുവെക്കുകയും അതുപോലെ തന്നെ നമ്മളെ ബ്ലെസ് ചെയ്തുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലോട് ചേർത്ത് വെക്കുകയും ചെയ്ത സേവ്യർ മാന്ത്രേ അച്ഛന് 1000 നന്ദി. അടുത്ത 7 സത്യങ്ങളിലൂടെയുള്ള ഈ ആത്മീയ യാത്രയുടെ ആദ്യത്തെ ഓൺലൈൻ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും ദൈവസ്നേഹത്താൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമാപന ഗാനത്തിനായി ഫ്രാൻസിസ് CDA ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. നന്ദിയേകിടുവിൻ, കരുണകളെ വാഴ്ത്തുവിൻ, മഹാസ്നേഹദാനവരങ്ങൾ സദാമോദമാർന്നു സ്മരിക്കാം. തിരുമുൻപിൽ പ്രണമിച്ചിടാം. നന്ദിയേകിടുവിൻ, കരുണകളെ വാഴ്ത്തുവിൻ, മഹാസ്നേഹദാനവരങ്ങൾ സദാമോദമാർന്നു സ്മരിക്കാം. തിരുമുൻപിൽ പ്രണമിച്ചിടാൻ. നന്ദിയേകിടുവിൻ, ഹൃദയം നുറുങ്ങിയ സമയം സുഖമേകിയരികിലണഞ്ഞു. കരുണാമൃതമേകി മഹോന്നതമാം കരമേകി നയിപ്പവനിന്നാളും. നന്ദിയേകിടുവിൻ, കരുണകളെ വാഴ്ത്തുവിൻ, മഹാസ്നേഹദാനവരങ്ങൾ സദാമോദമാർന്നു സ്മരിക്കാൻ. തിരുമുൻപിൽ പ്രണമിച്ചിടാം. നന്ദിയേകിടുവിൻ. ദൈവത്തിന്